എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മെപ്പാസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 150 ഗ്രാം വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല, മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 1/4 ടീസ്പൂൺ മുളക് പൊടി. തേങ്ങ എടുത്ത് ചതച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1-ാം പാല്, 2-ാം പാല്, വറ്റൽമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില, 100 വെളിച്ചെണ്ണ. സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെണ്ടക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടക്ക ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എണ്ണയിലോട്ട് തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ലോണം ഒന്ന് ഒഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് നല്ലോണം പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. സവാള നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടതിന് ശേഷം മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ട് വെണ്ടയ്ക്ക എടുത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി ഫ്ലെയിം കുറച്ച് വേണം വെക്കാം. നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി ഇത്തിരി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. നമ്മുടെ വെണ്ടക്ക മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പാല് നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നേരത്തെ തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയ ഈ വിഭവം വളരെ എളുപ്പവും വളരെ രുചികരമായ ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.